ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷക്കിലാന്റെ ഒപ്പം. വേണ്ട, സഹിച്ചു, ഒരുപാട് സഹിച്ചു. എന്റെ കെട്ടിയനാന്നും പറഞ്ഞ് ഇനി ഈ മുറി വരരുത്. നേരം വെളുക്കുവോളം ശ്വാസം മുട്ടൽ. പെരയിൽ 5-6 കഞ്ഞൂടി മുട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഈ പണിക്ക് വരൂലെന്നോ. ഇന്ന് എന്താണ് ഇത്ര നേരത്തെ? ഇന്ന് ഇക്കാക്ക വരുന്നുണ്ട്. ആ, കാശും കഴിവുള്ളവന്റെ മുമ്പിലെ ദുനിയാവിനൊരു ചെറുനാരങ്ങന്റെ വലിപ്പമുള്ളൂ. തോന്നിയെടുത്ത് പറഞ്ഞെത്താൻ എന്താണ് ഇത്ര പണി? രണ്ടാൾക്കും കൂടി ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? അവിടെ ബാപ്പയ്ക്ക് അസുഖം ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. രാത്രി ഞങ്ങൾ അവിടെ ഇല്ലെങ്കില് വാ. ഇതെവിടെ ഉമ്മ? ഓള് മുകളില് മുറിയിലുണ്ട്. മുകളില് AC ഉള്ള മുറിയിൽ ചെന്നിരിക്കുമോനെ, ഇവിടെ നല്ല ചൂടാ.
മുതലാളിച്ച് അണിഞ്ഞൊരുങ്ങി തീർന്നില്ലേ? രണ്ടു മനുഷ്യന്മാരിവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. AC മ്യൂസിയർ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കും ഒരു പെരയൊക്കെ ഉണ്ട്. ആരും ഒന്ന് തിരിഞ്ഞു നോക്കില്ല അങ്ങോട്ട്. എപ്പോഴെങ്കിലും അബ്ദുക്ക ഒന്ന് വരും. ആഹാ, ആളെവിടെ? കണ്ടില്ലല്ലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഇപ്പൊ വന്നതും കണ്ടതും നന്നായി. ഞാനിപ്പോ ഈ വരവില് നമ്മളെ കുഞ്ഞുട്ടിന്റെ ലോട്ടറി പൂടിയിലൊന്ന് കേറി ഒരു ടിക്കറ്റ് കൊടുത്ത്. ഹറാമാണ്. അള്ളാഹു നസീബ് തരുന്നത് ഏത് വഴിക്കാണെന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂലാന്ന്. പേച്ച മാർഗത്തിൽ കൂടെ ആണെങ്കിലും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വന്നു കഴിഞ്ഞാൽ ഹലാലായ നല്ല മാർഗത്തിൽ കുറച്ച് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പൊറുക്കുന്നു. ഏത് അപ്പൊ ഞാൻ എന്തേ പറഞ്ഞുകൊണ്ടുവന്നത്? ലോട്ടറി. ഈ ലോട്ടറി പീടിയെന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോട്ട് ഒരു കാർ. ആരാണ് കാറിന്റെ ഉള്ളില്? അറിയില്ല. എങ്ങനെ അറിയും? ഫുള്ളായിട്ട് ചുറ്റോടിയിട്ടും കറുപ്പ് ജില്ലാണ്. പാറക്കടവ് താഴെപ്പറമ്പിലെ മോദി ഹാജിന്റെ ഏക മകൻ അന്റെ പെങ്ങക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ച കോൺട്രാക്ടർ റഫീഖ്. പലതും പറഞ്ഞോ? പഴയ കാർ നിർത്തണ്ട, അടിച്ചു വിട്ടാണ്ട് പോയില്ലേ? പിന്നെ ഈ ലേശം നീക്കുത്തിരുന്ന എന്നൊരു സ്വകാര്യം പറയാനുണ്ട്. എന്റെ അമ്മശാങ്ക മൊയ്തീൻകോജി ഉണ്ടല്ലോ, മൂപ്പര് നിങ്ങട്ട് എത്തിയ ഇങ്ങ് നമ്മളുള്ള ആ ഭൂമിന്റെ ഇടപാടുണ്ടല്ലോ, ആ തുടനെ അങ്ങോട്ട് തീർക്കണം. സൊഫിയാക്ക് കൊടുക്കാനുള്ള പൊന്നും പണ്ടും കൊടുത്ത് ഓൺ അങ്ങോട്ട് കെട്ടിക്ക്. ആരാപ്പത്? മെമ്പറാ? ഇന്നലെ നമ്മുടെ അബ്ദു വന്ന് നിങ്ങളോട് ഇതൊക്കെ വരാൻ പറഞ്ഞ? ഓ, പറഞ്ഞു ഇങ്ങോട്ടിറങ്ങി പുറപ്പെട്ടതേന്ന്. അതിലിടയ്ക്ക് നമ്മളെ ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരൻ നായരെ രണ്ടാമത്തെ പോയില്ലേ? ഇതാണ് തട്ടാൻ ഗോപാലിന്റെ ഒപ്പം ചാടിപ്പോയിന്. ഇതാണ് പെണ്ണിന്റെ പേര്. എന്തെങ്കിലും അവിടെ പെണ്ണിന് കണ്ടി ചാടി. എന്തിനത്? അത് ശരി, കുളിക്കാനും മീൻ പിടിക്കാനൊന്നും മനസ്സ കണ്ടി ചാടൂല്ലോ. ചാകാൻ തന്നെ. ഇന്നാ ചത്തോ? അതുമില്ല. ഇപ്പൊ കയ്യും കാലം കുറഞ്ഞ് ആസ്പത്രിക്ക് എടുക്ക. നമ്മളെ പഞ്ചായത്തല്ലേ, പോരാത്തതിന് ഞാൻ നിന്നും ജയിച്ച ഭാരടും. വൈകുന്നേരം ആകുമ്പോഴേക്ക് കെട്ടി തിരി വരി ചായ എടുത്ത് വെച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ പോണ്ടല്ലേ? പാവായിക്ക, ഇത്താനോട് എന്തൊരു സ്നേഹ. ഒരു കളങ്കമില്ലാത്ത മനസ്സാ. പണ്ട് ബാപ്പ എല്ലാരും പറയായിരുന്നില്ലേ, അബ്ദുഖാന്റെ ഐശ്വര്യം കൊണ്ടാ നമ്മുടെ കുടുംബത്തിന് ഈ ഭാഗ്യമൊക്കെ ഉണ്ടായതെന്ന്. ഭാഗ്യം അത് അനുഭവിച്ചവർക്കാ. ബാപ്പ മീൻവിറ്റ് കിടന്ന കാലത്ത് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ബുദ്ധിയില്ലാത്ത ഒരുത്തിന് പിടിച്ചു കൊടുത്തു. ഇത്താത്ത ഒരുപാട് ശ്രമിച്ചു ഒരു മനുഷ്യനാക്കാൻ. വെറുതെയാ, നന്നാവില്ല. നടക്കേണ്ടതെന്നോ നടന്നു. ഇത്രയും കാലം നിങ്ങൾ ജീവിക്കുകയും ചെയ്തു. ഇനിയിപ്പോ നിനക്കിതൊക്കെ പറയാം. കാശും പണം ഉണ്ടായപ്പോ ഏറ്റവും മുന്തിയ തറവാട്ടിലേക്കല്ലേ നിന്നെ അയച്ചത്. ആരുടെ മുമ്പിലും നിനക്ക് ഞെളിങ്ങിയെന്ന് പറയാമല്ലോ. ജമാല് നിന്റെ കെട്ടിയാനാന്ന്. ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഹലോ ഹലോ, ഇത് എയർപോർട്ടല്ലേ? എയർപോർട്ടല്ലേന്ന്. എങ്ങനെ? അതന്നെയല്ലേ എയർപോർട്ട് എന്ന് പറഞ്ഞേ? മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് അറിഞ്ഞല്ലേ? ഞാൻ മെമ്പറാണ് സംസാരിക്കുന്നത്. ഏത് മെമ്പറിനോ? ഞാൻ പഞ്ചായത്ത് മെമ്പർ കുട്ടിമൂസ. അല്ല, ഇതാരാണ് സംസാരിക്കുന്നത്? പിന്നെ നമ്മളെ സൗദി മനസ്സിലെ മൊയ്തീൻകോജില്ലേ, മൂപ്പരുന്ന് മുംബൈയിൽ നിന്നിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വായുദൂത വിമാനത്തിലാണ് വരുന്നത്. അതെപ്പോ ഭൂമിയിൽ ലാൻഡ് ചെയ്യും? എങ്ങനെ? അറൈവൽ 10 കിട്ടിയോ? ഹലോ, അറൈവലല്ല, വായുദൂത എപ്പം വരുന്ന ചോദിച്ചേ. കൃത്യമായിട്ടൊരു സമയം പറയുന്നേ. ഒരു വിമാനം തന്നെ പല സമയത്തും ഇങ്ങോട്ട് വന്നിറങ്ങൂടല്ല. ഹലോ, ഇതെന്തിനാ വിളിക്കുന്നറിയോ? ഇവിടുന്ന് മൂപ്പര് വരുന്നേ
മൂപ്പര് വരുമ്പോഴേ കുടുംബങ്ങളെല്ലാം കൂടി അങ്ങോട്ട് സ്വീകരിക്കാൻ എത്താനാണ്. മനസ്സിലായോ? ഹലോ 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 കട്ടായി തോന്നി. ഒരു ഉത്തരവാദിത്വമില്ല. എന്താണ്ട് ഒരു വിളി വിളിക്കുന്നേ? എവിടെ ഇവര്? ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങിയിറങ്ങാനുള്ള ഒരു താമസം. വിമാനം ഇപ്പൊ അവിടെ ഒന്ന് ഇറങ്ങും. വരി വരി. വേഗം വാ, വിമാനം ഇപ്പൊ വരും. എല്ലാവർക്കും കൂടി പോകാൻ കാറിന് സ്ഥലം ഉണ്ടാവില്ല അബ്ദുവേ. അതോ ഈ വിമാനത്താവളത്തിൽ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. തന്നെയല്ല, ഈ വിമാനം വന്ന് ഇറങ്ങാന്ന് പറഞ്ഞാലല്ലോ നമ്മൾ വിചാരിച്ചാലൊന്നും ആവില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയി കാക്കാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ഈ വെയിറ്റിന്റെ കിടന്നോ, കാക്ക വരും സ്വീകരിക്കാൻ. എന്തേ? അത് വേണ്ട. വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോ എന്റെ ഇക്കാക്ക എന്നെ നോക്കും. പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട. ബാ 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 ബാ, കേറ് കേറ്. നസീമി വരുന്നില്ലേ? നിങ്ങള് കൂട്ടിയിട്ട് വന്നാ മതി. നേരായി, വണ്ടി വിട്. വിട് വിട് വിട്, വേഗം വിട്. നസീമ പോയിട്ട് വരാം.